സംഗീത് ഇത് ദോഷകരമായി ബാധിക്കുന്നുണ്ടോ സിനിമയെ? ഞാൻ ഈ ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് ബുക്കിങ്ങും മറ്റ് പ്ലാറ്റ്ഫോമുകളിലെ ടിക്കറ്റ് ബുക്കിങ്ങും ആയിരുന്നുവല്ലോ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചർച്ച ചെയ്ത് റെക്കോർഡ് ഭേദിച്ചുവെന്ന്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നു ഒരു 5-ാം തീയതി വരെയൊക്കെ ടിക്കറ്റ് ഓൾമോസ്റ്റ് അല്ലെ ഫുൾ എന്ന് തന്നെയാണെന്ന്. പക്ഷേ ഇപ്പോൾ 1-ാം തീയതിക്ക് ശേഷം ടിക്കറ്റുകൾ 1-ാം തീയതിയോട് കൂടി തന്നെ ടിക്കറ്റുകളുണ്ട്. അപ്പോൾ ഈ ക്യാൻസൽ ചെയ്യണം എന്നുള്ള ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ പ്രചാരണം അത് ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, സിനിമയ്ക്ക് ഒരു രീതിയിലും മഞ്ജുഷ, ഞാൻ ഇന്ന് കണ്ട തിയേറ്ററിലെ കോഴിക്കോട് ക്രൗണിൽ പകുതിയെ നിറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരിക്കലുമല്ല. അത് അദ്ദേഹം അദ്ദേഹം അത് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. കോഴിക്കോട് ഗ്രൗണ്ടിലൊന്നും ഒരിക്കലും പകുതി ഞാൻ ഇന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടതാണ്. അതിന്റെ എനിക്കറിയത്തില്ല. കോഴിക്കോട് ഗ്രൗണ്ട് ഇന്നത്തെ BMSന്റെ ബുക്ക് മൈ ഷോയുടെ നമുക്ക് ഇന്നത്തെ അടുത്ത ഷോയുടെ നമുക്ക് അവൈലബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ നമ്മുടെ ഇത്രയും ടെക്നോളജി നോക്കിയപ്പോൾ ഈ 5-ാം തീയതി വരെ താങ്കൾ ശരിയായിരുന്നു. പക്ഷേ അതിനൊരു ക്യാൻസലേഷൻ കൂട്ടത്തോടെ വരുന്നുണ്ടോ? അങ്ങനെയല്ല. ഇന്ന് തന്നെ നമുക്ക് നോക്ക്, കോട്ടയം അഭിലാഷ്, തൃശ്ശൂർ രാഗം, അതേപോലെ തന്നെ ട്രിവാൻഡ്രം ഏരീസ് പ്ലക്സിൽ ഉൾപ്പെടെ 3 ദിവസം മുമ്പ് ചാർട്ട് ചെയ്യുന്ന പുലർച്ചെ 4:25 ഇന്ന് ഫുള്ളാണ്. 4:25 നാളെ അഡീഷണൽ, രാവിലെ നാളെ പുലർച്ചെ 4:25 അഡീഷണൽ ഷോ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷൊർണൂർ എൽ പ്ലസ്, അങ്ങനെ എല്ലാ ഇവിടെ ഒരുപാട് തിയേറ്ററുകൾ അഡീഷണൽ ഷോ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഷോ ഇന്ന് തന്നെ ഇപ്പോൾ ഈ സമയത്ത് വരെ 2 മണിക്കൂറിനിടയ്ക്ക് 22,000 ടിക്കറ്റാണ് BMSൽ ചാർട്ട് ചെയ്തിട്ടുള്ളത്. BMSന്റെ മാത്രം ട്രാക്കിംഗ് റെക്കോർഡാണ്. ഇനിയിപ്പോൾ ടിക്കറ്റ് ന്യൂ പോലുള്ള വേറെ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകളുണ്ട്, അതിൻ്റെ ഒന്നും പറയാം. പിന്നെ ഇത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടെ. കോഴിക്കോട് ഗ്രൗണ്ടിലൊക്കെ ഒരിക്കലും അങ്ങനെ പകുതി ശതമാനം മാത്രം ഒക്കുപ്പൻസി വെച്ച് ഷോ കളിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശ്വാസ്യത എത്രയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇന്ന് സിനിമ കണ്ട ആളാണ്. ഓക്കെ ശരി, ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് എന്താണെന്ന് അറിയാം. പക്ഷേ BMSലെല്ലാം നാളെ കോഴിക്കോടുള്ള എല്ലാ ട്രാക്കിംഗ് ലിസ്റ്റും ആണെങ്കിൽ ഞാൻ സാറിന് ഇപ്പോൾ കാണിച്ചു തരാം. സാർ അത് കണ്ടു നോക്കാം. അപ്പോൾ BMSന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് ആയിരിക്കുമല്ലോ നമ്മൾ കാണിക്കുന്നത്. ബുക്ക് മൈ ഷോയുടെ ശരിക്കും ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടോ? മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ എന്ന രീതിയിൽ നിങ്ങളുടെ ഒരു വിലയിരുത്തലുണ്ടല്ലോ. അത് മോഹൻലാലിന് നേരെ ഉള്ളതിനേക്കാൾ കൂടുതൽ പൃഥ്വിരാജിന് നേരെ ഉണ്ട് എന്നുള്ളതാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ. അതെ. നമ്മൾ ഈ സിനിമ റിലീസിന്റെ തലേ ദിവസം നമ്മളിവിടെ ചർച്ച ചെയ്ത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമയ്ക്ക് മാത്രമല്ല എത്രയോ സിനിമകൾക്ക്, മോഹൻലാലിൻ്റെ സിനിമകൾക്ക് ഡീഗ്രേഡിങ് നല്ലപോലെ രീതിയിൽ ഹേറ്റ് ക്യാമ്പയിനും നടക്കുന്നുണ്ട്. ഇപ്പം മരക്കാരനും ഒടിയനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ലീന തിയേറ്ററിൽ 25-30 ടിക്കറ്റുകൾ ഒരുമിച്ച് എടുത്തിട്ട് ഈ തിയേറ്ററിൻ്റെ അകത്തിരുന്ന് ഉറങ്ങുന്ന ഫോട്ടോ എടുക്കുക. മരക്കാർ സിനിമ ഇറങ്ങി രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് മഞ്ചേരി ടൗണിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക. അതായത് ലാലേട്ടൻ്റെ ഒരു പടം പരാജയപ്പെട്ടെന്ന് അത് വലിയ ആഘോഷമായിട്ട്, അതായത് അത്രമാത്രം ഒരു മനുഷ്യനെ വെറുത്ത് അതൊരു വില കുറഞ്ഞ രീതിയിലൊക്കെ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ ലാലേട്ടൻ്റെ പടങ്ങൾക്ക് മാത്രം സംഭവിക്കുന്നതാണ്. പിന്നെ ഈ സിനിമയിൽ അനാവശ്യമായിട്ട് വെറുതെ രാഷ്ട്രീയം കടത്തേണ്ട ഒരു കാര്യമില്ല. കാരണം ഇപ്പം ഇവരെല്ലാവരും ഇപ്പം BJP ആയിരുന്നാലും അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളായിരുന്നാലും അതേപോലെ തന്നെ എല്ലാ ഇടത് വലത് ബാക്കി മുന്നണികളെല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സിനിമ നമുക്ക് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ആൾക്കാരെ വെറുപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരെ അങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസമാക്കിയിട്ട് ഒരിക്കലും ഞാനിവിടെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഫാൻസിൻ്റെ പ്രതിനിധിയായിട്ടാണ്. മോഹൻലാൽ ഫാൻസിൻ്റെ പ്രതിനിധി എന്ന് പറയുമ്പോൾ ഞാൻ സിനിമയ്ക്കും കൂടെ വേണ്ടിയാണ് എനിക്ക് സംസാരിക്കേണ്ടത്. ഒരിക്കലും ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവരെ വിമർശിച്ചുകൊണ്ട് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റൂല. ഇപ്പം തന്നെ ഇടത് അനുകൂലികളും അതുപോലെ തന്നെ കോൺഗ്രസ് അനുകൂലികളും ഇത് സിനിമയെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ മറുവശത്ത് അങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. അങ്ങനെ ആര് പറഞ്ഞു? ബിജെപിയുടെ MT രമേശ് സാർ, സംസ്ഥാന സെക്രട്ടറി ശ്രീ MT രമേശ് സാർ പറഞ്ഞല്ലോ സിനിമയായിട്ട് കാണുന്നത്. എന്തിന് ഇന്ന് നമ്മുടെ പുതിയ അധ്യക്ഷൻ ശ്രീ രാജീവ് ഗോപാൽ ചന്ദ്രശേഖർ പറഞ്ഞായിരുന്നു സിനിമ ലാലേട്ടന് ആശംസകൾ അറിയിച്ച്. ഇന്ന് വൈകിട്ട് ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയ്ക്കെതിരെ അനാവശ്യമായിട്ട് ഒരു ഹേറ്റ് ക്യാമ്പയിനും പാർട്ടി എന്ന നിലയിൽ BJP ആ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരു തരത്തിലുള്ള ഹേറ്റ് ക്യാമ്പയിനും പാടില്ല, അത് പാർട്ടി ഏറ്റെടുക്കുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഹിന്ദു വിരുദ്ധത ഉണ്ട് എന്നുള്ള കാര്യം പ്രചരിപ്പിക്കുന്നതിൽ, അതായത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വരുന്നതിൽ ഈ BJPയുടെ അണികളും ഉണ്ട്. അത് മറ്റൊരു കാര്യമാണ്. അത് സംഘപരിവാർ മാത്രമല്ല, BJPയുടെ ആളുകളും ഉണ്ട്. ശ്രീ